In nomine Patris et Filii et Spiritus Sancti. Amen. Oremus. Domine Iesu, dimite nobis debita nostra, salva nos ab igne inferiori, perduc in celum, omnes animas presertium esque misericordiae tuae maxime indigent. Amen. Ave Maria. വളരെ ഗൗരവത്തോടെ കൂടേണ്ട ഒരു ധ്യാനമാണ് ഇത്. ചർച്ച ചെയ്യാനുള്ള വിഷയമല്ല ഇത്. സ്വന്തമായ നിത്യജീവനും അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ കാണാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്ന് ഇടികൊടുക്ക ചോറും കറി എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവസാനിപ്പിച്ച് പലരും എന്നോട് പറഞ്ഞു, ഒരു ധ്യാനം കൂടി 2 മാസം കഴിഞ്ഞു വീണു, അടുത്ത ധ്യാനം കൂടി 2 മാസം കഴിഞ്ഞു വേറെ ധ്യാനം കൂടി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ആളെ ഡിപ്പെൻഡ് ചെയ്യണം. നമ്മളൊരു ധ്യാനം കൂടി കഴിഞ്ഞ് വീണു, പിന്നെ ഒരു ധ്യാനം കൂടി, അപ്പോൾ തൽക്കാലം കഴിഞ്ഞു. അല്ല, ഈ ധ്യാനത്തിൻ്റെ ഉദ്ദേശം അതല്ല. നിങ്ങളിത് കഴിഞ്ഞ് വേറൊരു ധ്യാനം കൂടാൻ വേണ്ടിയിട്ടല്ല ഉദ്ദേശം. ഈ ധ്യാനത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കുറേ കൂടി. പക്ഷെ കൂടിയതല്ലാതെ നമ്മുടെ കൂടെ ആരും കൂടിയില്ല. എന്നുവെച്ചാൽ എന്നർത്ഥം? നമ്മുടെ കൂടെ ആരും കൂടിയില്ല, പരിശുദ്ധാത്മാവ് കൂടിയില്ല എന്നർത്ഥം. നമ്മൾ കുറേ ധ്യാനം കൂടി, പക്ഷെ നമ്മുടെ കൂടെ ആരും കൂടിയില്ല. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഇതാണ് നമ്മുടെ വിഷയം. അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്വയം എന്താവണം? നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൽ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം എന്താവണം? പരിശുദ്ധ അമ്മേനെ പിടിച്ച് അമ്മയോട് പറഞ്ഞ് അമ്മയുടെ തിരുക്കുമാരനിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കാൻ തക്കവണ്ണം നിങ്ങൾ എന്താവുക? ബലമുള്ളവരാകുക. അല്ലാതെ 2 മാസത്തേക്ക് കോഴ്സ്, 3 മാസത്തേക്ക് മരുന്ന് കഴിക്കുന്നു, തീരുന്നു, പിന്നെ പോയി വേറെ സ്ഥലത്ത് പോയി 3 മാസത്തേക്ക് മരുന്ന് കഴിക്കുന്നു, വരുന്നു. എപ്പോഴും നമ്മുടെ ആത്മീയവും ഭൗതികമായ കാര്യങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇങ്ങനെ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു ഇത് കിട്ടില്ല. നിത്യജീവൻ്റെ ഉറപ്പാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. നിങ്ങൾ സ്വയം പ്രാർത്ഥിക്കുന്നവരും വിശ്വാസത്തിൽ ദൃഢതയുള്ളവരുമായിട്ട് മാറണം. വേണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രദറെ, അച്ഛാ, കപ്പ്യാരെന്ന് പറഞ്ഞ് നടന്ന് നിങ്ങൾ സ്വയം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. മനസ്സിലാവുണ്ടോ? ആ കൃപയാണ്. അതാണ് നിങ്ങളിവിടെ മാതാവ് കൊണ്ടുവന്നേക്കണേ. അതിന് നിങ്ങൾ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അമ്മേനെ പിടിച്ച് അമ്മ അത് കൃത്യമായി ചെയ്തു തരും. നിങ്ങൾ അധ്വാനിക്കണേൻ്റെ 10-1 അമ്മേനെ പിടിച്ച് അത്ര അധ്വാനിച്ച കാര്യങ്ങളാണ്. അമ്മ കൊച്ചു കാര്യങ്ങളാണ് പറയാം. അത് ചെയ്യാനാണ് എല്ലാവരും വലിയ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എല്ലാ മാസവും 4 പ്രാവശ്യം എല്ലാ ആഴ്ചയിലും മലയാറ്റൂർ മല കയറണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. വല്ല ഹെവി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അമ്മ കൊച്ചു കാര്യം പറയാം. മോളെ, നിൻ്റെ കണ്ണൊന്നും നിയന്ത്രിക്കണം കേട്ടോടി, നിൻ്റെ നാവ് നടക്കണം കേട്ടോ. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലാവണ്ട? അമ്മ പറയണ കൊച്ചു കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ ഒരാൾ പറയണത്, നീ എല്ലാ ആഴ്ചയിലും മലയാറ്റൂർ കയറണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നീ ഒരു എല്ലാ വൈകുന്നേരം നീ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ പ്രാശ്ചിത്യം തന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം പലർക്കും. അതുകൊണ്ട് കാര്യം നടക്കാൻ പോകില്ല. അമ്മ കൊച്ചു കാര്യങ്ങൾ പറയും. അമ്മ അത് ശരിക്ക് കാര്യങ്ങൾ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തരും കേട്ടോ. അതേക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നതും മനസ്സിലാക്കാണ്ട് പ്രാർത്ഥിക്കുന്ന വ്യത്യാസമുണ്ട്. വിശ്വസിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കാണ്ട് പ്രാർത്ഥിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റെഡ് ലൈറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു എനിക്ക് നിങ്ങളോട് സഭാചരിത്രത്തെക്കുറിച്ച് പറയാറില്ല. അതായത് ചെറുതായിട്ടൊരു പറയാം. ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാം,
ആദ്യമായിട്ട് ആൻറ്റിയോക്കിൽ AD 325 വിശ്വാസികൾ എന്നറിയപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് നമുക്ക് മതസ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായി, സ്വതന്ത്രമായിട്ട് പ്രഘോഷിക്കലൊക്കെ തുടങ്ങിയ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടം അവിടുന്ന് ആ സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെ തന്നെ എന്തായി നമ്മൾ കാണുക, പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. കുറേ കാര്യങ്ങൾ പറയാൻ നേരമില്ല, ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് കൊണ്ടുവരണം. സാത്താൻ എപ്പോഴും പരിശ്രമിക്കുക വിശ്വാസികളെ പരിശുദ്ധ അമ്മയിൽ നിന്നും അകറ്റാനായിട്ടാണ്. എപ്പോഴും എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? പലതും ഉണ്ടായിരിക്കും. ഞാൻ അതിന് 2 ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ തന്നെ ഉത്തരം പറയും. ഒന്ന് ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉത്തരം പറയണമെങ്കിൽ പറയാം. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദ പവർ ഓഫ് ഗോഡ്? ദൈവം പവർഫുള്ളാണ്, ഓൾ പവർഫുൾ, ഓൾ മൈറ്റി, സർവശക്തനാണ് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുകയാണ്, ദൈവം സർവശക്തനാണ്, ശക്തിമാനാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? വൈ ഗോഡ് ഈസ് സോ പവർഫുൾ? ഒറ്റ വാക്കിൽ ഉത്തരം പറ. ദൈവമായിട്ട് പോലും പരിശുദ്ധമായ കാര്യം. നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ ദൈവം നിങ്ങളുടെ പിതാവാണോ? ആണോ? എനിക്ക് തോന്നുന്നില്ല ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു സാധാരണ ഉത്തരം പറയണം. സച്ചിൻ തെണ്ടുൽക്കർ, പണ്ടത്തെ ഒരു കളിക്കാരൻ കണ്ടല്ലേ സച്ചിൻ, ഇപ്പോഴും സച്ചിൻ്റെ ഫാനും പങ്കൊക്കെ കുറേ പേരുണ്ട്. സച്ചിൻ്റെ മോനോട് ചോദിക്കുകയാണ്, നിൻ്റെ അപ്പൻ്റെ ശക്തിയുടെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവനെന്ത് ഉത്തരം പറയും? എന്താ? നിങ്ങൾ ഈ ലോകത്തിലെ കാര്യം അറിയില്ല. ആ കൊച്ചു പറയും, ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് ദ പവർ ഓഫ് മൈ ഡാഡ് എന്ന് പറയും. മനസ്സിലാവണ്ടോ? മനസ്സിലാവണ്ടോ? നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ, ദൈവം പിതാവാണെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ ശക്തിയുടെ സ്രോതസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പരിശുദ്ധി. Lord says, I am thrice holy. Father is holy, Son is holy, Holy Spirit is holy. ദൈവത്തിൻ്റെ ശക്തിയുടെ രഹസ്യം പരിശുദ്ധിയാണെങ്കിൽ ദൈവമക്കളുടെ ശക്തിയുടെ രഹസ്യം എന്താണ്? പരിശുദ്ധി തന്നെ. അപ്പോൾ ദൈവമക്കളിൽ ഏറ്റവും ശക്തിശാലി ആരാണ്? പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെയാണ് പിശാച്. അപ്പോൾ പരിശുദ്ധിയാണ് ദൈവശക്തിയുടെ രഹസ്യം. അപ്പോൾ ഈശോ കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ളത് പരിശുദ്ധ കന്യകാമറിയമാണ്. എന്ന് വെച്ചാൽ നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ രക്ഷിക്കാനും ഈശോ കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ളത് ആർക്കാണ്? പരിശുദ്ധ അമ്മയ്ക്കാണ്. സഹരക്ഷകയായതുകൊണ്ട് തുല്യമായ ശക്തിയും ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തലുകൾ പറയുന്നു. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് പിശാച് എപ്പോഴും പരിശുദ്ധ അമ്മയിൽ നിന്ന്, സഭാചരിത്രം മുഴുവൻ അതാണ്. ഇന്ന് നമ്മൾ കേരള സഭ പോലും ആ അന്നുണ്ടായ പാഷാണ്ഡതയിൽ നിന്നും വിമുക്തമല്ല എന്ന് ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ കുറവുകൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഭാചരിത്രത്തിൽ നിങ്ങൾ പറഞ്ഞതാണ് എപ്പോഴും പരിശുദ്ധ അമ്മയിൽ നിന്നും അകറ്റാണ്. ഞാൻ എൻ്റെ ആത്മീയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു രഹസ്യം നിങ്ങളോട് പറയാണ്. സ്വർഗത്തിന്, പരിശുദ്ധ ത്രിത്വത്തിന്, ദൈവത്തിന് രക്ഷാകര പദ്ധതി ഈശോയും മാതാവും കൂടിച്ചേർന്നിട്ടുള്ള രക്ഷാകര പദ്ധതിയുള്ളൂ. മാതാവിനെ വേർതിരിച്ച് മുട്ടത്തോടാക്കി മാറ്റിയിട്ടോ, അല്ലെങ്കിൽ മാതാവിനെ വെറും ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയാക്കി മാറ്റിയിട്ടോ, അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ ദേവിയാക്കി മാറ്റിയിട്ടുള്ള ഒരു രക്ഷാകര പദ്ധതി ദൈവത്തിനില്ല. നിങ്ങൾക്കുണ്ടാകാം, സാത്താനുണ്ടാകാം, മറ്റുള്ളവർക്കുണ്ടാകാം. പറഞ്ഞ് മനസ്സിലാവണ്ടോ? രക്ഷാകര പദ്ധതിയിൽ മാതാവ്, മറിയം, യേശുവും അവർ ഒരുമിച്ച് പോകുന്ന ഒരു പദ്ധതിയാണ് ദൈവത്തിനുള്ളത്, ത്രിത്വത്തിനുള്ളത്, സ്വർഗത്തിനുള്ളത്. ബാക്കി എല്ലാ പദ്ധതിയും പിശാചിൻ്റെയാണ്. അതുകൊണ്ട് സഭാചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കുക, എപ്പോഴും പരിശുദ്ധ അമ്മയെ യേശുവിൽ നിന്നും അകറ്റാനുള്ള പരിശ്രമത്തിലാണ്
പരിശ്രമങ്ങൾ ഒരു 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 പരമ്പര തന്നെ സഭയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ മതസ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ചർച്ചകൾ ഇങ്ങനെയൊക്കെ തുടങ്ങി. ഞാൻ വളരെ ബ്രീഫായിട്ട് ഒരു പോയിന്റിലേക്ക് മാത്രം പറയുകയാണ്. അങ്ങനെ വന്നപ്പോൾ ആര്യൻ എന്നൊരു കത്തോലിക്ക പണ്ഡിതൻ, ദൈവശാസ്ത്രജ്ഞന് തലയിൽ വന്ന ഒരു ഐഡിയ എന്താണെന്ന് അറിയാമോ? ഒരു സാധാരണ യഹൂദ സ്ത്രീക്ക് എങ്ങനെ ദൈവത്തിൻ്റെ അമ്മയാകാൻ സാധിക്കും? അതാണ് ചോദ്യം. പറഞ്ഞു മനസ്സിലാവണം. അങ്ങനെ എന്തായി? അതിൻ്റെ അവസാനം എന്ത് ദുരന്തമായി? മേരി വെറും അപ്പോൾ യേശുവിൽ 2 വ്യക്തിത്വം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, മനുഷ്യത്വവും ദൈവത്വവും ഒരുമിച്ച്, അല്ലേ? അപ്പം മനുഷ്യനായ യേശുവിൻ്റെ മാത്രം മാതാവാണെന്ന് വ്യാഖ്യാനം വന്നു. അപ്പോൾ സ്വതന്ത്രമായിട്ട് പ്രസംഗിക്കാനൊക്കെ അനുവാദമായല്ലോ. അങ്ങനെ കുറേ പേര് ഈ ആര്യൻ്റെ കൂടെ കൂടി. അവർ വലിയൊരു മോമെൻ്റായി മാറി. എല്ലാവർക്കും തോന്നി, ശരി, എങ്ങനെ ഒരു യഹൂദ സ്ത്രീക്ക് ദൈവത്തിൻ്റെ മാതാവാൻ പറ്റും? അപ്പം വെറും മനുഷ്യനായ യേശുവിൻ്റെ മാത്രം മാതാവാണ് ആര്? പരിശുദ്ധ മറിയം എന്നുള്ള വ്യാഖ്യാനത്തിൽ ധാരാളം പേർക്ക് നല്ലതായിട്ട് തോന്നി. അതിൻ്റെ കൂടെ കൂടി. അങ്ങനെ ലാസ്റ്റ് സഭയ്ക്ക് ഒരു ജനറൽ സിനഡ് വിളിച്ചു കൂട്ടണ്ടോ? കൗൺസിൽ ഓഫ് എഫേസസ് 531 വിളിച്ചുകൂട്ടി. സഭാ പാരമ്പര്യം പൂർവ്വപിതാക്കന്മാർ എല്ലാം പഠിച്ച് സഭ പ്രഖ്യാപിച്ചു. തിയോട്ടക, എൻ്റെ അടുത്ത ഫീസ്റ്റ് തിയോട്ടകയിലാണ്. എൻ്റെ ഓൺലൈൻ ക്ലോസ് ചെയ്യുന്നത് ജനുവരി 1. തിയോട്ടക എന്ന് പറഞ്ഞാൽ മറിയം ദൈവമാതാവാണെന്ന് സഭ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. മറിയത്തെ ദൈവമാതാവായി അംഗീകരിക്കാൻ പറ്റാത്തവർ അവരെ എന്ത് ചെയ്തു? സഭയ്ക്ക് പുറത്താക്കി. അവർ കുറേ പേരുണ്ടായിരുന്നു. അവരാണ് കേരള സഭയെ കുറേ നാൾ നയിച്ചുകൊണ്ടിരുന്നത്. ആ പാരമ്പര്യത്തിൽ ഇവിടെ ഔസേപ്പുണ്യാളിന് 5 മക്കളുണ്ടെന്നും വിഭാര്യനായിരുന്നുവെന്നും ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ മറിയത്തെ വെറും സാധാരണ സ്ത്രീയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അതിലൂടെ നടന്നിരുന്നത്. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഇന്നും നോക്കുക, ജനുവരി 1-ാം തീയതി ദൈവമാതാവിൻ്റെ ഫീസ്റ്റാണെന്ന് കത്തോലിക്ക് കേരളത്തിലെ സുറിയാനി പാരമ്പര്യത്തിൽ പള്ളികളിൽ പ്രഘോഷിക്കുന്നില്ല. 1596 ഡയം ഫോർ സുനോദോസിൽ ഈ കാര്യങ്ങളെല്ലാം, പാഷാണ്ഡതകളെല്ലാം കളഞ്ഞ് മറിയത്തെ ദൈവമാതാവായി അംഗീകരിക്കണം, വൈദികർ സെലിബസി ബ്രഹ്മചര്യം സ്വീകരിക്കണം, ഇതെല്ലാം പറഞ്ഞെല്ലാം ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ സുറിയാനി ക്രിസ്ത്യാനികൾ അപ്പോഴാണ് കത്തോലിക്കരാവണം. 1596 ഉദയംപേര് സെനോദോസിൽ. മനസ്സിലാവുള്ളോ? മറിയത്തെ ദൈവമാതാവായി കത്തോലിക്ക സഭയുടെ വിശ്വാസം സ്വീകരിച്ചാണ് സുറിയാനി ക്രിസ്ത്യാനികൾ കത്തോലിക്ക സഭയോട് ചേർന്നത്. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അതിലൊരു ഒറ്റപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഇവിടെ. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഈ മറിയത്തെ അകറ്റുക എന്നുള്ള സാത്താൻ്റെ സ്ട്രാറ്റജി അവൻ ഇന്ന് വരെ വിജയിച്ചിരിക്കുന്നത് പോലെയാണ് കാണുന്നത്. മറിയത്തിന് രക്ഷാകര പദ്ധതിയിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് സഭയുടെ പാരമ്പര്യവും സഭയുടെ പഠനവും സഭയുടെ പ്രബോധനങ്ങളും വ്യക്തമാക്കുന്നു. ഈ സഭയുടെ പ്രബോധനം എന്ന് പറയുമ്പോൾ ധാരണ പ്രബോധന വിശുദ്ധരുടെ പ്രബോധനമാണ്. വിശുദ്ധരുടെ പ്രബോധനമാണ്. അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും പ്രബോധനമാണ് സഭയുടെ പ്രബോധനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാരമ്പര്യത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് രക്ഷാകര പദ്ധതിയിൽ വ്യക്തമായ പങ്കുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു അപ്പനും അമ്മയ്ക്കും ഒരു ശിശുവിൻ്റെ സമഗ്രമായ വളർച്ചയിൽ പങ്കുള്ളതുപോലെ തന്നെ ഒരു ആത്മീയ ശിശുവിൻ്റെ വളർച്ചയിൽ പിതാവായി ദൈവത്തെ നമ്മൾ അംഗീകരിക്കുകയും മറിയത്തെ മാതാവായി അംഗീകരിക്കുകയും ചെയ്താലാണ് ആ ശിശുവിന് പൂർണ്ണ വളർച്ച കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ പറയാണ് അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ മക്കളുടെ വളർച്ച എന്താവും?
മുരടിക്കുമല്ലേ? അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ആത്മീയത മുരടിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പെട്ടെന്ന് മെസ്സേജ് കിട്ടിയതനുസരിച്ച് എൻ്റെ അടുത്ത ഓൺലൈൻ ബാച്ച് ജനുവരി 1-ാം തീയതി തിയോട്ടക ഫീസ്റ്റിൻ്റെ അന്ന് തന്നെയാണ് പ്രതിഷ്ഠ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അപ്പോൾ സഭയുടെ പാരമ്പര്യത്തിലുടനീളം ഈ കൗൺസിൽ ഓഫ് എഫേസസ് തന്നെയല്ല, അത് പിന്നീട് സമയം നമുക്ക് അത്ര അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഉടനീളം കാണാൻ സാധിക്കും. എപ്പോഴും പരിശുദ്ധ മറിയത്തെ രക്ഷാകര പദ്ധതിയിൽ നിന്നും അകറ്റുക, വിശ്വാസികളിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അന്ത്യരൂപത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റിസം വന്നപ്പോൾ മാതാവിനെ തിരസ്കരിച്ചു. മാതാവിനെ തിരസ്കരിച്ചപ്പോൾ എന്ത് അവർക്ക് സംഭവിച്ചു? അവർക്ക് കുർബാന നഷ്ടപ്പെട്ടു. മാതാവിനെ തിരസ്കരിച്ചവർക്കുണ്ടായ ഉടനെ ഉണ്ടായ പ്രത്യാഘാത എന്താ? അവർക്ക് കുർബാന നഷ്ടപ്പെട്ടു. ഒന്ന് മനസ്സിലായോ? അപ്പോൾ അവൻ വിജയിച്ചല്ലേ? മനസ്സിലായല്ലോ? വിജയിച്ചല്ലേ? ക്രിസ്ത്യാനികളെ ഭിന്നിപ്പിച്ചത് മുഴുവൻ മാതാവിനെ അകറ്റിക്കൊണ്ടാണ്. പക്ഷെ ദൈവത്തിന് മറിയത്തെ കൂടാതെ ഒരു സമഗ്ര സമ്പൂർണ്ണ രക്ഷാകര പദ്ധതി ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് അസന്നിഗ്ധമായി പറയുകയാണ്. ഞാൻ ലോകത്തോടും പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മറിയത്തിൻ്റെ പ്രസക്തി യുഗാന്ത്യത്തിലാണ്. മറിയത്തിലൂടെ നമ്മൾ വചനത്തെ അറിഞ്ഞു. ഇനി വചനത്തിലൂടെ നമ്മൾ മറിയത്തെ അറിയണം. കാരണം വചനത്തിൽ മറിയം സൈലൻ്റാണ്. അതിന് കാരണമുണ്ട്. എന്താണ് കാരണം? ദൈവിക സംവിധാനമനുസരിച്ചും യേശു കൊടുത്ത നിർദ്ദേശമനുസരിച്ചും ആദ്യം യേശു ക്രിസ്തു പ്രഘോഷിക്കപ്പെടണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൻ്റെ 47-ാം തിരുവചനത്തിൽ ഈശോ അപ്പസ്തോലന്മാർക്ക് കൊടുത്ത നിർദ്ദേശം ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി പശ്ചാത്താപത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം, ജെറുസലേം മുതൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ. ദ ഫസ്റ്റ് ക്രൈസ്റ്റ് ഹാസ് ടു ബി പ്രൊക്ലെയിംഡ്. ആദ്യം യേശു ക്രിസ്തു പ്രഘോഷിക്കപ്പെടണം. ആദ്യം മാതാവല്ല. പാരമ്പര്യം പറയുക, മാതാവ് സുവിശേഷകരോട് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, മാതാവിൻ്റെ കുറിച്ചുള്ള വചനങ്ങൾ സപ്രസ് ചെയ്യണം. അത് യുഗാന്ത്യത്തിലെ അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻസ് വരികയുള്ളൂ എന്ന് വിശുദ്ധരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സഭാചരിത്രത്തിൽ എപ്പോഴൊക്കെ സഭ ഇരുട്ടിൽ വീണുപോയോ, അന്ധകാരത്തിൽ ആണുപോയോ, ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായോ, അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ മാർപ്പാപ്പമാരിലൂടെ ചെയ്ത പ്രവൃത്തി എന്താ? മാതാവിനോടുള്ള ബഹുമാനം, മാതാവിനോടുള്ള പ്രാർത്ഥന കൂട്ടിയാണ് ഓരോ പ്രശ്നങ്ങളിൽ നിന്നും കത്തോലിക്ക സഭ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ കേരള കത്തോലിക്ക സഭയുടെ പ്രശ്നവും തീരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠ നടത്തിയാൽ മതി. പക്ഷേ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് അതിനൊരു പങ്കുണ്ട് എന്നുള്ളത് ബോധ്യം വരണം. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഒത്തിരി പേര് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യനെ പ്രതിഷ്ഠിക്കാൻ, അത് കേരളത്തിൽ പ്രതിഷ്ഠിക്കണം, ഇന്ത്യനെ പ്രതിഷ്ഠിക്കണം. കേരളത്തിൽ നിന്നാണ്, കേരളമാണ് ഇന്ത്യനെ മുഴുവൻ സുവിശേഷവൽക്കരിക്കേണ്ട സംസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വടക്കേന്ത്യക്കാരെ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് AD 52 തോമസ് ലീഗ വന്ന് യേശു ക്രിസ്തുവിനെ കിട്ടിയതല്ലേ? അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ പിന്നെ വടക്കേന്ത്യയിൽ വന്ന് എന്താ പ്രസംഗിക്കാതെ? അന്ന് ഇവരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ജനസംഘവും ഇവരുമാരും ഒക്കെ 200 കൊല്ലത്തെ ചരിത്രമുള്ളൂ. അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എവിടെ പോയി സുവിശേഷം പ്രഘോഷിക്കായിരുന്നു? എന്താ ചെയ്യാൻ? സഭാചരിത്രം പറയുന്നത് 1821 ഞങ്ങളുടെ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് കേരള സഭ ഒരു മിഷണറി വിശാഖപട്ടണത്തേക്ക് വടക്കേന്ത്യയിലേക്ക് പോയത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് പോകാണ്ടിരുന്നു? എന്തുകൊണ്ട് പോകാണ്ടിരുന്നേ? ഉത്തരം പറയാൻ പറ്റുമോ? മാമോദിസ മുങ്ങിയവർ വിജാതീയരെ പോലെ ജീവിച്ചു എന്ന് ചരിത്രം പറയുന്നു. വിവരാവകാശ കമ്മീഷണർ ഇറക്കിയ കാനോന്, അതായത് ഉദയംപേരൂർ സിനോദോസിൻ്റെ കാനോനുകൾ വായിച്ചാൽ നമുക്കറിയാം എന്തൊരു ദുർഭഗാവസ്ഥയായിരുന്നു ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ. എല്ലാവിധ വിജാതീയ പാഷാണ്ഡതകളിലും അവർ മുഴുകിയിരുന്നു. ജ്യോതിഷമല്ല, പരകായ പ്രവേശനം വരെ
എന്ന ഏറ്റവും എന്താ പറയുക ആത്മാക്കളുടെ ദൂഷണത്തിൽ അവർ വ്യാപൃതരായിരുന്നു. ഞാൻ 98 നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ വീടിൻ്റെ അടുത്തും ഞാൻ ഈ പരകായ പ്രവേശനം നേരിട്ട് കണ്ടു. പാലയ്ക്ക് അടുത്തുള്ളവരോട് ഇത് പറയേണ്ട കാര്യം എന്താ? തൊടുപുഴ മൂലമറ്റം ഭാഗത്താണുള്ള പരകായ പ്രവേശനം ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങളോട് പരകായ പ്രവേശനം പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇത് അറിയില്ല, ഇത് പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വയസ്സായിട്ട് മരിക്കാൻ പോകുന്ന ആൾക്കാർ പല പ്രാവശ്യം പറ്റുന്നു, പക്ഷേ ആ സ്ത്രീ മരിക്കുന്നില്ല. ഞാൻ ഒരു ദിവസം തൊട്ടാൽ അടുത്താണ്, അപ്പം ഞാനും പോയി. അയൽവാസി എന്നുള്ള നിലയ്ക്ക് ഞാനും ഒന്ന് പോയി. ഓൾമോസ്റ്റ് മരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ സ്ത്രീ കിടന്ന് പരാക്രമം കാണിക്കുന്നതല്ല, അത് എന്ത് ചെയ്യണില്ല, മരിക്കണില്ല. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എടി ഏറ്റെടുക്കടി. മൂത്തോളോട് പറയാണ്, ഈ സ്ത്രീയുടെ മൂത്ത മോളോട് വേറൊരു സ്ത്രീ, വയസ്സായൊരു സ്ത്രീ പറയാണ്, നീ ഏറ്റെടുക്ക്. പിന്നീടുണ്ടായ സംഭവമാണ് പരകായ പ്രവേശനം. ഈ ആത്മാവിനെ ഈ സ്ത്രീയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഇതാണ് പരകായ പ്രവേശനം. വിജാതീയ മ്ലേച്ഛത. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമ്മളെ ഇത് വായിക്കും. നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല, എളിമപ്പെടാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ ചരിത്രം പഠിക്കണമെങ്കിൽ. പക്ഷെ നമ്മുടെ അടുത്ത് എന്താ ഉള്ളത്? അഹങ്കാരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അഹങ്കരിക്കാനുള്ള കാര്യങ്ങളെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ, എളിമപ്പെടാനുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ മാതാവ് തൊടുപുഴയിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ പരകായ പ്രവേശനം തൊടുപുഴ മൂലമറ്റം ഭാഗത്ത് ഭയങ്കര. എന്നിട്ട് ഈ ആത്മാക്കൾക്ക് തീറ്റ കൊടുക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ കൂടെ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ പഠിക്കും സ്വന്തമായിട്ട്. അത് കഴിഞ്ഞ് അവരാരെ കൊണ്ടുവന്ന് ഈ സ്ത്രീ ഇതിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാറ്റി ഈ ആത്മാവിനെ അതിൻ്റെ കടം വിട്ടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ മരിക്കണത്. അത് കഴിയുമ്പോൾ ഈ ഉത്തരവാദിത്വം ആരുടെ തലയിലേക്ക് വന്നു? ഈ സ്ത്രീയുടെ, ഈ മൂത്ത മോളുടെ തലയിലേക്ക് വന്നു. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഈ പരകായ പ്രവേശനം സുഹൃത്തുമ്പേർ സനോദോസിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളൂ. അതൊക്കെ സഭ നിഷേധിച്ചിട്ടുള്ള, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കൂടെ തന്നെ പലതും അതിനെക്കുറിച്ച് വരുമ്പോൾ അത് പറയും. ഇപ്പം നമ്മൾ മാതാവിനെ അകറ്റുക എന്നുള്ള സ്ട്രാറ്റജി. അതെന്തുകൊണ്ടാണ് കാരണം? എന്താ കാരണം? വിശ്വാസികളെ സംരക്ഷിക്കേണ്ടത് ആരാണ്? പരിശുദ്ധ അമ്മയാണ് അവസാനം എന്ന് പറയും. അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കെതിരെ ദൂഷണം പറയുക, അത് സെപ്പറേറ്റ് ഒരു ക്ലാസ് അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കും. അതാണ് അവൻ്റെ സ്ട്രാറ്റജി. അങ്ങനെ പറഞ്ഞ് അകറ്റുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പം എന്ത് ചെയ്യാൻ പോണേ? നമുക്ക് അമ്മയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിൽ നമ്മൾ വിശ്വസിച്ച് ഈ അമ്മയുടെ സഹരക്ഷ കർമ്മത്തിൻ്റെ കൃപയും കൂടി കൂട്ടിച്ചേർന്നാലാണ് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര കൃപയോട് മറിയത്തിൻ്റെ സഹരക്ഷാ കൃപയും കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഒരു ആത്മീയ ശിശുവിന് സമഗ്രമായ പൂർണ്ണമായ വളർച്ച ഉണ്ടാകുന്നത്. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അപ്പോൾ അതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ചരിത്രത്തിൽ മുഴുവൻ കാണുന്ന എപ്പോഴും വിശ്വാസികളിൽ നിന്നും മാതാവിനെ അകറ്റുക. നിങ്ങൾ നോക്കിയേ, മാതാവിനെ അകറ്റി കഴിഞ്ഞപ്പോൾ പ്രൊട്ടസ്റ്റൻസിൻ്റെ മാനിഫെസ്റ്റോ നിങ്ങൾ പഠിച്ചു നോക്കുക. ഫാമിലി പ്ലാനിങ് ഇസ് നോട്ട് എ സിൻ, അബോർഷൻ ഇസ് നോട്ട് എ സിൻ. അവർക്കിതൊന്നും പാപമല്ല, അതൊക്കെ പ്രൈവറ്റ് മാറ്റേഴ്സ്. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അബോർഷൻ ചെയ്യാം, ഫാമിലി പ്ലാനിങ് ചെയ്യാം. പക്ഷേ കത്തോലിക്ക സഭ ഫാമിലി പ്ലാനിങ് മോർട്ടൽ സിന്നാണ്, മാരകപാപമാണ്. അബോർഷൻ മാരകപാപമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെട്ടത് എന്താ? വിശുദ്ധ കുർബാന അവർക്ക് നഷ്ടപ്പെട്ടു. അവർ വെറുതെ ബ്രെഡും വീഞ്ഞും മുക്കി വേറെ നിറച്ചടിക്കണേ. പാവം കത്തോലിക്കർ പോലും ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവർ മുക്കി തിന്നണ ബ്രെഡും വീഞ്ഞും അത് തന്നെയാണ് നമ്മളും കഴിക്കണേന്നൊക്കെ പലരും ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലുമല്ല. നിങ്ങൾ നെറ്റിലടിച്ച് നോക്കുക, അപ്പസ്തോലിക സഭകളിലല്ലാതെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം ഉണ്ടായിട്ടില്ല. നിങ്ങൾ അടിച്ചു നോക്കൂ. ലോകത്തുള്ള സകല ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും നെറ്റിലുണ്ട്. പക്ഷേ അപ്പസ്തോലിക സഭകളിലല്ലാതെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അപ്പോസ്തോലിക സഭകളിൽ മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ള അധികാരം ഉപയോഗിച്ച് കുദാശ വചനങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ ഉച്ചരിക്കുമ്പോഴാണ് അപ്പോൾ ശരീര രക്തങ്ങളായി മാറുന്നത്. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ പ്രഘോഷകനായ ബെന്നിഹിൻ വരെ ഈ കാര്യം അംഗീകരിക്കുന്നു.
വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബെന്നിഹിൻ തിരുരക്തം എന്ന പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. ആൾ ഒറിജിനലി ഓർത്തഡോക്സ് ആണ്. എന്ന് വെച്ചാൽ അപ്പസ്തോലിക സഭയിലെ അംഗമാണ്. ആൾ അമേരിക്കയിലെ ഒരു സിസ്റ്റർമാരുടെ കോൺവെൻറ്റിൽ പോയപ്പോൾ അവിടെ അവർക്ക് സ്വീകരിക്കാം, കാരണം ഒറിജിനലി അപ്പസ്തോലിക സഭയുടെ അംഗമായതുകൊണ്ട് അവർക്ക് കുർബാന സ്വീകരിക്കാം. കുർബാന സ്വീകരിച്ചപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ അരക്കെട്ടിലെ ചരടൊക്കെ സ്പർശിച്ചതായിട്ട് തിരുരക്തം എന്ന പുസ്തകത്തിൽ ബെന്നിഹിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരസ്യമായിട്ട് പറയുന്നു വിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും കൂടുതൽ സൗഖ്യം ലഭിക്കുന്നതെന്ന് ബെന്നിഹിൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ക്ലിപ്പിങ്സ് വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാം. എത്ര പേർക്ക് താല്പര്യമുണ്ട് കാണാനായിട്ട്? പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ എല്ലാ സുവിശേഷകരും അംഗീകരിക്കുന്ന ഒരു സുവിശേഷകനാണ് ബെന്നിഹിൻ. അതിനുശേഷം അതിൻ്റെ ക്ലിപ്പിങ്സ് എൻ്റെ ലിപ്പില്ല. അതിനുശേഷം ആൾ പരസ്യമായിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണ്. എൻ്റെ പിന്നാലെ ആയിരക്കണക്കിന് സുവിശേഷകർ സമൃദ്ധിയുടെ സുവിശേഷം പറഞ്ഞ് പൈസ സമ്പാദിച്ച് തെറ്റാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകളുടെ ഫണ്ടിങ് ഓർഗനൈസേഷൻ പാവങ്ങളെ സഹായിക്കാനും അനാഥർക്ക് കൊടുക്കാനുമായിട്ടുള്ള പ്ലാനിങ്ങിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കത്തോലിക്ക വിശ്വാസത്തെ പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. പറഞ്ഞു മനസ്സിലാവുണ്ടോ? ആൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രൊക്ലമേഷൻ തെറ്റാണെന്നും അതിൻ്റെ പിന്നാലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ആളുടെ പിന്നാലെ പോയതെന്നും അതിൻ്റെ ദുരന്തത്തെക്കുറിച്ച് ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ മാതാവിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ സംഭവം കണ്ടോ? വിശുദ്ധ കുർബാന നഷ്ടപ്പെട്ടു. വിശുദ്ധ കുർബാന നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്ത് നഷ്ടപ്പെട്ടു? നിത്യജീവൻ നഷ്ടപ്പെട്ടു. യേശു പറഞ്ഞിട്ടുള്ളത് 6:53 കൃത്യമായിട്ട് പറഞ്ഞുള്ള 6 യോഹന്നാൻ്റെ 6:53-54. എൻ്റെ നിങ്ങൾക്ക് 6:51 പറഞ്ഞു, ഈ ലോകത്തിന് വേണ്ടി ജീവൻ തരുന്നത് എൻ്റെ മാംസമാണ്, രണ്ട് ഗോതമ്പ് അപ്പമാണെന്നല്ല പറഞ്ഞേക്കണേ. 53 പറഞ്ഞു, നിങ്ങളെൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിത്യജീവൻ ഉണ്ടാകുകയും അന്ത്യദിനത്തിൽ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. യേശു പറഞ്ഞിട്ടില്ല ഗോതമ്പപ്പം തിന്നാൽ ബ്രെഡും വീഞ്ഞും ധാരാളം മുക്കി അടിച്ചാൽ നിനക്ക് ജീവനുണ്ടാവുമെന്നും നിന്നെ ഉയർപ്പിക്കുമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടാൽ എന്ത് നഷ്ടപ്പെടും? ഈശോയെ നഷ്ടപ്പെട്ടാൽ നിത്യജീവൻ നഷ്ടപ്പെടും. മനസ്സിലാവുണ്ടോ? ഈശോ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സ്പെസിഫിക്കലി ദിവ്യകാരുണ്യ ഈശോ തന്നെയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അമ്മേനെ ഉപേക്ഷിച്ചതിൻ്റെ പ്രത്യാഘാതം കണ്ടോ? ഉടനെ അതിൻ്റെ ഇഫക്റ്റ് കണ്ടോ? നോക്കുക, അവരുടെ മാനിഫെസ്റ്റോയിൽ എല്ലാം അന്ധകാരമാണ്. ഫാമിലി പ്ലാനിങ് പാപമല്ല, അബോർഷൻ പാപമല്ല, ഇതൊക്കെ അവർക്ക് ചെയ്യാം. അതൊക്കെ പ്രൈവറ്റ് മാറ്റേഴ്സ്. നിങ്ങൾ സിനഡ് നടന്നപ്പോൾ നിങ്ങൾ കണ്ണു തുറന്നിരുന്നവർ കണ്ടിട്ടുണ്ടോ? 100 110 പാസ്റ്റേഴ്സ് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്ന പ്രൊട്ടസ്റ്റന്റ് പെന്റക്കോസ്റ്റൽ പാസ്റ്റേഴ്സ് പരസ്യമായിട്ട് ഒരു ലെറ്റർ സഭയ്ക്ക് കൊടുത്തു. ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ സഭ വിട്ട് കത്തോലിക്ക സഭയിലേക്ക് വന്നു? കാരണം ജീവൻ്റെ സുവിശേഷത്തിൻ്റെ പൂർണ്ണത, സത്യത്തിൻ്റെ പൂർണ്ണത കത്തോലിക്ക സഭയിലുള്ള, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അതേക്കുറിച്ച് നിങ്ങൾ സ്റ്റഡി ചെയ്തെടുക്കാൻ അറിയാം. ഒരു പെന്റക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് അവർക്ക് ഹോമോസെക്ഷുവൽസ് നോ പ്രോബ്ലം, ദശാംശം കൊടുത്താൽ മതി. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? അതൊന്നും അവർക്ക് അന്ന് വിഷയമേ അല്ല. അപ്പോൾ അവരുടെ സഭകളിൽ ഉണ്ടായിരുന്ന കുറവുകളെ കണ്ടെത്തി അവർ അത് തിരുത്താൻ പറ്റില്ല എന്ന്, അവരുടെ അനുഗാമികൾക്ക് തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്തു? കത്തോലിക്ക സഭയിലേക്ക് ചെക്കേറി. പക്ഷേ അവർ വേണ്ടാന്ന് വെച്ച് പോകുന്നതിൻ്റെ കാരണങ്ങൾ കത്തോലിക്ക സഭയിൽ നുഴഞ്ഞു കയറുന്നത് കണ്ടത് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയായിട്ട് പാടില്ല. ഇപ്പോൾ ഞങ്ങൾ കത്തോലിക്ക സഭയിൽ വന്നിട്ട് ഇനി കത്തോലിക്ക സഭയിലേക്ക് ഞങ്ങൾ എന്തിനു ഭയപ്പെട്ടുവോ അത് കത്തോലിക്ക സഭയിലേക്ക് കയറുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അവർ പരസ്യമായിട്ട് ലെറ്റർ കൊടുത്തു. നിങ്ങൾക്ക് കിട്ടും, നെറ്റിൽ കിട്ടും, ജസ്റ്റ് അടിച്ചാൽ മതി. 100 പാസ്റ്റേഴ്സ് ലെറ്റർ ടു ദ സിനഡ് എന്ന് അടിച്ചാൽ സാധനം വരും നെറ്റിൽ. അവരുടെ ലെറ്റർ നിങ്ങൾ വായിച്ചു നോക്കുക. അവർ എന്ത് ഭയപ്പെട്ടിട്ടാണോ, അവർക്ക് എന്ത് തിരുത്താൻ പറ്റാഞ്ഞിട്ടാണോ അവർ അവരുടെ സഭ വിട്ട് കത്തോലിക്ക സഭയിലേക്ക് വന്നത്, അത് കത്തോലിക്ക സഭയിൽ സംഭവിക്കാൻ പോകുന്നത് കണ്ടിട്ട് അവർ സഭ പിതാക്കന്മാർക്ക് ലെറ്റർ ചെയ്തിരിക്കുക. 100 110 പാസ്റ്റേഴ്സ് ഒരുമിച്ച് ഈ സിനഡിലേക്ക് ലെറ്റർ കൊടുത്തേക്കണം. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ അമ്മയെ
എന്ത് ചെയ്താൽ? വിശ്വാസികളിൽ നിന്ന് അകറ്റാൽ വിശ്വാസിനെ ഇഞ്ചി ഇഞ്ചായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലാതാക്കാൻ പറ്റും. അവനെ പകുതി ക്രിസ്ത്യാനിയാക്കും, പിന്നെ കാലാക്കും, പിന്നെ അവസാനം എന്താവും? 1 കൊരിന്ത്യർ 15:19 പോലെയാക്കി മാറ്റും അവനെ. 1 കൊരിന്ത്യർ 15:19 എന്താ? ഈ ലോകത്തിൽ നിങ്ങൾ പ്രത്യാശ വെച്ചിട്ട് യേശുക്രിസ്തു നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും ദുർഭാഗ്യരാണ്. ഞാൻ പറയും മൃഗതുല്യമാണെന്ന് പറയും. തിന്നാനും കുടിക്കാനും ചാവാനുമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതെങ്കിൽ ഈ പണിക്ക് പോകേണ്ട ഒരു കാര്യമില്ല കേട്ടോ. കത്തോലിക്കരെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ തിന്നാനും കുടിക്കാനും വേണ്ടി മാത്രം കണ്ട് ജനിച്ച പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. 3-4 വർഷം മുമ്പ് മലയാള മനോരമ ഒരു കാര്യം ചെയ്തു. കുറേ ഇവിടുത്തെ പ്രമാണികളായ വലിയ വലിയ വൈദ്യന്മാർ, ഡോക്ടർമാർ, ഇവരൊക്കെ പാടെ അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ കളക്ട് ചെയ്ത് അവരൊരു 4 പേജോ ഫുൾ 2 പേജോ കണ്ടെന്നുണ്ട് എൻ്റെ ഓർമ്മ. ഞാൻ ആ പേപ്പർ എടുത്ത് വെച്ചിരുന്നു. പിന്നെ അത് പിന്നീടത് നഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പരസ്പര വിരുദ്ധ ഭക്ഷണങ്ങളെക്കുറിച്ച്. ഒരേ സമയം കോഴിയും പോത്തും കോഴിപ്പോർക്കും കഴിക്കുന്നതും കോഴിയും തൈരും കഴിക്കുന്നത്, അങ്ങനെ പരസ്പര വിരുദ്ധ ഭക്ഷണങ്ങളെക്കുറിച്ച്, മീനും തൈരും അതൊക്കെ പരസ്പര വിരുദ്ധ ഭക്ഷണങ്ങളാണ്. അതൊക്കെ ദൂരവ്യാപക പ്രഖ്യാതങ്ങൾ ശരീരത്തിലുണ്ടാക്കുമെന്ന് എക്സ്പേർട്ട് വൈദ്യന്മാർ രേഖപ്പെടുത്തിയ കാര്യങ്ങളിൽ മനോരമ പുറത്തിറക്കിയാണ്. ഞാനത് വായിച്ചപ്പോൾ എൻ്റെ ദൈവമേ, വെറുതെ അല്ല, എവറി 20 കിലോമീറ്റേഴ്സിൽ ലോകത്തിലെങ്ങും ഇല്ലാത്ത പോലെ കേരളത്തിൽ ഒരു 400 ബെഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള ഏക നാട് കേരളമാണ്. ഇത്രയും ആശുപത്രി ഫെസിലിറ്റീസ് ഉള്ള ഒരു രാജ്യം ലോകത്തിലില്ല. വടക്കേ ഇന്ത്യയിലെ 3 സ്റ്റേറ്റിൽ ഒരുമിച്ചും കൂടിയുള്ള സൗകര്യം നമ്മുടെ ഈ കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റിലുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളത്, കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള സൗകര്യം ദ ഹോൾ ഓഫ് ഒറീസയും മധ്യപ്രദേശും കൂട്ടിയാലുണ്ടാവില്ല. പക്ഷെ അത്രയ്ക്കും രോഗഗ്രസ്തർ. അപ്പം ഞാൻ കണ്ടിരിച്ചു. കാരണം ഒന്നുമല്ല, നമ്മുടെ ഭക്ഷണ രീതി അതേപോലെയാണ്. അമ്മായിമ്മയ്ക്ക് പോർക്ക് ഇഷ്ടം, മരുമോന് കോഴി ഇഷ്ടം, മോൾക്ക് ഇഷ്ടം പോത്ത്, അവർക്കിഷ്ടം പൊരിച്ചത്, ഇവർക്കിഷ്ടം വറുത്തത്. ഇത് പക്ഷേ വരുന്നവരിൽ ഭൂരിഭാഗം പേര് ഇതെല്ലാം തിന്നുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ കാണുമ്പോൾ തിന്നാൻ വേണ്ടി ജീവിക്കണവരുടെ ഒരു കൂട്ടത്തിൽ ഞാൻ കത്തോലിക്ക ക്രിസ്ത്യാനികൾ പെടുത്തിയിരിക്കുക. നിങ്ങൾക്ക് എന്നോട് വിഷമമുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യം സത്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിയാണോ? കസേര എടുത്തൊരു തൊഴിൽ തരാൻ തോന്നുന്നുണ്ടോ? എടുത്തു പോരെ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നെ തൊഴിക്കുന്നത് ലോകരും കൂടി കാണുന്നത് നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുപോലെ മനസ്സിലായി. അപ്പോൾ മാതാവിനെ അകറ്റിയാൽ, ഈ മാതാവിനോട് ഭക്തിയില്ലാത്തതിൻ്റെ ഏറ്റവും കാരണം അവർ അധമവികാരങ്ങൾ ജീവിക്കുന്നവരും അധമവികാരത്തിൽ ജീവിക്കുന്നവരും എന്താ പറയുക, വിശുദ്ധിയിൽ വളരാൻ താല്പര്യമില്ലാത്തവരുമാണ് ഈ മാതാവിനെ ഇങ്ങനെ അകറ്റണ പരിപാടി. മാതാവിനോട് ഇങ്ങനെ യഥാർത്ഥ ഭക്തി ഇല്ലാത്തവരുടെ എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ജഡത്തിലും ജഡസുഖത്തിലും അശുദ്ധിയിലും അധമവികാരങ്ങളിലും ഇന്ദ്രിയങ്ങളെയും ജഡത്തെയും സൂചിപ്പിച്ച് ജീവിക്കാനുള്ള ആഗ്രഹമുള്ളവരാണ്. ഈ മാതാവിനോടുള്ള ഭക്തി ശരിയല്ല എന്ന് പറയണേ. ഞാൻ പലരെയും പ്രാർത്ഥിച്ച് നോക്കിയിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഇവിടെ തന്നെ ഈ ഭാഗങ്ങളിൽ തന്നെ പലരും വിളിച്ചിട്ടുണ്ട്. ബ്രദർ കണ്ടമാനം മാതാവിനെ കുറിച്ച് പറയണം, ഇത് ഓവറാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു ശരിയാണ്. കാരണം ലൂക്ക 1:48 പറഞ്ഞിരിക്കുകയാണ്, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന്. അറിയാമോ? അത് ഇറ്റ്സ് എ ലോഗോസ് വേർഡാണ്. ലോഗോസ് വചനമാണ്. ദൈവം നേരിട്ട് പറഞ്ഞിട്ടുള്ള വചനമാണ്. അപ്പോൾ ഞാൻ മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചില്ലെങ്കിൽ ഞാൻ ശപിക്കപ്പെട്ടവനോ? സുറിയാനി പാരമ്പര്യത്തിൽ കൈത്താക്കാലത്ത് സപ്രയിൽ, ബുധനാഴ്ചയിലത്തെ സപ്രയിൽ മറിയത്തെ സകരക്ഷകയായി വാഴ്ത്തുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ്, അങ്ങനെയുണ്ടോ സുറിയാനി അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അപ്പോൾ ഈ കാനോന നമസ്കാരത്തെക്കുറിച്ച് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ ഭാഗത്ത് ഈ കൈത്താക്കാലത്ത് സപ്ര വായിക്കാത്ത എന്താ? കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ സുറിയാനി സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത്? മറിയത്തെ മാനവരക്ഷയായിട്ട് സഹരക്ഷകയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈത്താക്കാലത്ത് സപ്ര എടുത്ത് വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് സഭയുടെ പഠനത്തിൽ നിന്നോ പാരമ്പര്യത്തിൽ നിന്നല്ല, ഇതിനോട് ഒപ്പം വളരുന്ന പാഷാണ്ഡതയിലും
ഈ പാഷാണ്ഡതയെ കൊണ്ടു നടക്കുന്ന ചിലവരുടെ ഇൻട്രസ്റ്റുമാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആക്ച്വൽ സഭയുടെ പഠനമല്ല. പറഞ്ഞു മനസ്സിലാവുണ്ടോ? കാരണം ഈ മാതാവ് എന്ന് പറഞ്ഞ പരിശുദ്ധിയുടെ എന്താണ് നിറകുടമാണ്. മനസ്സിലാവുണ്ടോ? സാത്താന് അടുക്കാൻ പറ്റാത്ത ഒരാളെന്ന് പറഞ്ഞാരാ? മാതാവാണ്. മാതാവിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവന് ഈ റേഡിയേഷൻ അടിക്കുന്ന പോലെയാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ മാതാവിനെ അകറ്റാനാണ് അവൻ എപ്പോഴും പരിശ്രമിക്കുന്നത്. അപ്പോൾ സഭാചരിത്രത്തിൽ നമ്മൾ കാണുന്ന മുഴുവൻ അതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? മാതാവിന് രക്ഷാകരപതിയിൽ പങ്കുണ്ടെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എപ്പോഴാണ് മാതാവ് സഹരക്ഷക ആയത് എന്നുള്ളതിനെക്കുറിച്ച് മാതാവ് തന്നെ വെളിപ്പെടുത്തുന്ന കാര്യം ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം. എപ്പോഴാണ് മാതാവ് സഹരക്ഷകയായത്? ഞാൻ അതിനൊരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു പറയുന്ന ഒരു ഭാഗമുണ്ട്. 39 മുതലുള്ള തിരുവചനങ്ങളിൽ നിങ്ങൾ വായിച്ചാൽ 47 പിന്നീട് പിശാച് നിങ്ങളുടെ പിതാവ്. യേശു യഹൂദന്മാരോട് പറയുന്നുണ്ട്. പറഞ്ഞിട്ട് അവരോട് പറയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല, എന്നെ തിരസ്കരിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പിതാവ് ആരാ? പിശാചാണ്. പറഞ്ഞ് മനസ്സിലാവണ്ട? അപ്പോൾ യേശു അതിനെക്കുറിച്ച് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറയാണ്, അമ്പത്തി 4:55 ഞാൻ വായിക്കുന്നത്. 8:54-55. യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. കേട്ടോ? ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. ഒരു ക്രിസ്ത്യാനി ദൈവത്തെ പിതാവായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി ആയിട്ടില്ല എന്നർത്ഥം. ഒരു ക്രിസ്ത്യാനി ദൈവത്തെ പിതാവായിട്ട് അവൻ പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ ക്രിസ്ത്യാനി ആയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അതിന് ഈശോ പറയണേ, ഞാനും അങ്ങനെ നിങ്ങളെപ്പോലെ ദൈവത്തെ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാ. കാരണം ദൈവം എൻ്റെ പിതാവാണ്. ഞാൻ പിതാവിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തായി? ഞാനും നുണയനാവും. കേട്ടോ? ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് പറയാണ്. ഈശോ പറഞ്ഞ കാര്യം എന്താ? ഞാൻ ദൈവത്തിൻ്റെ പിതൃത്വം തിരസ്കരിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞത്. 8:24 ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഞാൻ തന്നെ. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 പ്രാവശ്യം ഈശോ പറയുന്നുണ്ട്, ഐ ആം ഹി എന്ന് 7 പ്രാവശ്യം പറയുന്നു. ഞാൻ അവൻ തന്നെ എന്ന് ചെന്നർത്ഥം അദൃശ്യനായ ദൈവം അവതരിച്ച മനുഷ്യൻ ഞാൻ തന്നെ. ഐ ആം ഹി. ഞാൻ തന്നെ. മനസ്സിലാവുണ്ടോ? ഞാൻ യേശു. ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ആരാ? രണ്ടാമത്തെ ഞാൻ ആരാ? പിതാവായ ദൈവം. ഐ ആം ഹി എന്ന് പറഞ്ഞാൽ എന്നതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഐ ആം ഹി 7 പ്രാവശ്യം ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഭൂമിയിൽ അവതരിച്ച ഏക ദൈവം യേശുവാണെന്ന് വിശ്വസിച്ചാലാണ് അദൃശ്യനായ ദൈവത്തെ നഷ്ടപ്പെട്ട ആദത്തിൻ്റെ മക്കൾക്ക് നിത്യരക്ഷ ബൈബിൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്വർഗം പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ഇതൊക്കെ പറഞ്ഞ് ഈശോ ഞാൻ സഹരക്ഷകയായത് എപ്പോഴാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. ഈശോയിൽ പഠിപ്പിച്ച ഈശോ കുരിശിലെ സഹനത്തിൻ്റെ മൂർധന്യത്തിൽ ഈശോ സങ്കീർത്തനം 22 പാടി.
നിങ്ങൾ സങ്കീർത്തനം 22 വായിച്ചിട്ടുണ്ടോ? എന്താണത്? പരിത്യക്തൻ്റെ രോദനം. ഇത് വായിച്ചു കഴിയുമ്പോൾ കണ്ടോ? അവിടെ 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 പ്രാർത്ഥിച്ചത് കണ്ടോ? ദൈവമേ ദൈവമേ നീ എന്തുകൊണ്ട് തന്നെ കണ്ടോ? ഇതാണ് സമയം. തിരുഹൃദയം വിമല ഹൃദയവുമായിട്ട് കോർത്തിണക്കപ്പെട്ട സമയം. രക്ഷാകര കൃപ സകരക്ഷയുടെ വിമല ഹൃദയവുമായിട്ട്, അതായത് പരിശുദ്ധാത്മാവ് പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പച്ച മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതിലധികമായ വേദന സഹിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ശമയോൻ പ്രവചിച്ച വാള് എവിടേക്ക് കുത്തിക്കയറ്റി? മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ കുത്തിക്കയറ്റിയിട്ട് ഏതായിട്ട് കണക്ട് ചെയ്തു? ഈശോയുടെ തിരുഹൃദയമായി കണക്ട് ചെയ്ത് ഈശോയ്ക്ക് സഹിക്കാൻ പറ്റാത്ത സഹനം എവിടേക്ക് വിട്ടു? മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് വിട്ട് മാതാവ് അങ്ങനെ സഹരക്ഷകയായി അവിടെ നിന്ന് അങ്ങനെ ആ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കി. ഹല്ലേലൂയ. വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ മാതാവിൻ്റെ ഈ പുസ്തകത്തിൽ ഈ 341 ദിവ്യനാഥൻ സംസാരിക്കുന്ന പുസ്തകത്തിൽ 341 പേജിൽ സഹരക്ഷണീയ കർമ്മത്തിൻ്റെ പ്രവൃത്തി എന്ന ഈ ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചാൽ മതി. 203 മെസ്സേജാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് മാതാവ് പറയുന്നുണ്ട്. ഇറ്റ്സ് എ മൊമെൻ്റ് കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കൊണ്ട് ചെല്ലുന്നത്. മനസ്സിലാവുണ്ടോ? മനസ്സിലാവില്ലേ? ഈശോയുടെ രക്തം കൊണ്ട് ആരാ പോണേ? പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആ പച്ച മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതിലും അധികമായി കഴിഞ്ഞപ്പോൾ ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ എന്ത് ചെയ്തു? അമ്മയുടെ ഹൃദയമായിട്ട് കണക്ട് ചെയ്തു. കാരണം അതിൻ്റെ പാരമ്യത്തിലെത്തി. ആ ഓവർഫ്ലോയിങ് എന്താ പറയുക, ഓവർഫ്ലോയിങ് സഫറിങ് ഷെയർഡ് വിത്ത് ദ ഇമാക്കുലേറ്റ് ഹാർട്ട്. അതിന് തന്നെയാണ് മറിയത്തെ ഇമാക്കുലേറ്റായി, ആദിപാപരഹിതയായി, കർമ്മപാപരഹിതയായി, അമലോത്ഭവയായി സൃഷ്ടിച്ച്. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഇമാക്കുലസി. രക്ഷാകര കൃപയോട് സഹരക്ഷാകൃപ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഒരു ആത്മീയ ശിശുവിന് സമഗ്ര രക്ഷ കിട്ടുള്ളൂ. പക്ഷെ പിശാചിൻ്റെ തന്ത്രം എന്താ? അമ്മയെ മാറ്റിക്കഴിഞ്ഞാൽ എന്താവും? ഈ ശിശുവിൻ്റെ സമഗ്ര വളർച്ച അവൻ പൂർണ്ണതയിലേക്ക് എത്തില്ല. അത് മനസ്സിലാവണ്ട. നമ്മൾ പ്രതിഷ്ഠ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ അതിൻ്റെ വിശദമായത് നമ്മൾ ഇനിയും ഈ വിഷയം വരും. നിങ്ങൾക്ക് ഈ ധ്യാനത്തിലൂടെ മാതാവിൻ്റെ സഹരക്ഷക സ്ഥാനം, മാതാവിന് യുഗാന്ത്യത്തിലുള്ള പ്രസക്തി, ഈ സഹരക്ഷണീയ കർമ്മത്തിൻ്റെ പ്രവൃത്തി, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസം കിട്ടി. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി നിങ്ങളുടെ കാര്യങ്ങൾക്ക്, നിങ്ങളുടെ ആത്മീയമായും ഭൗതികമായ കാര്യങ്ങൾക്കും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം പിശാച് നിങ്ങളെ എന്ത് ചെയ്ത് കഴിഞ്ഞു? നിങ്ങളെയും നമ്മളെയും നമ്മുടെ ഭവനങ്ങളെയും എന്ത് ചെയ്ത് കഴിഞ്ഞു? കീഴടക്കി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്താക്കി മാറ്റി? നമ്മളെ റിച്വലിസ്റ്റിക് ആക്കി മാറ്റി. സക്രമെൻ്റൽ തിയോളജി വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കുദാശകൾ അനുഭവമല്ലാതെ വരുമ്പോൾ കുദാശകൾ അനുഷ്ഠാനങ്ങളായി തരം താഴുന്നു. ഒരു മാമുദീസ സ്വീകരിക്കുന്നു, വല്ല അനുഭവം ഉണ്ടാവുണ്ടോ? ഒരു കുർബാന സ്വീകരണം വല്ല അനുഭവം ഉണ്ടാവുണ്ടോ? ഞാനൊരിക്കൽ പോവാണ് ഒരു കൊച്ചിൻ്റെ കുർബാന സ്വീകരണം, നമ്മുടെ ഒരു എൻ്റെ മോൻ്റെ ക്ലാസ് മേറ്റിൻ്റെ. അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ അവിടെ സിനിമ ഇട്ട് കാണുകയാണ്. അത്ര നല്ല സിനിമയൊന്നുമല്ല. അപ്പോൾ ഞാൻ ചേച്ചി ഇത് കുർബാന സ്വീകരിച്ച് അന്നിന് എൻ്റെ ബ്രദറെ ഇത് ഈ CD മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവനെന്ന് പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് കുർബാന സ്വീകരിപ്പിച്ചു. പിറ്റേ ദിവസം തുടങ്ങി അവനെ ഉന്തി വിടണം പള്ളിയിലേക്ക്. ഇതെന്തിനത്? ഈ കുരിശിന് ഭാരം കൊടുക്കുന്നതിനാ. പിറ്റേ ദിവസം അവനെ ഉന്തി വിടരുന്ന് പള്ളി പോണെങ്കിൽ. പറയാൻ മനസ്സിലാവണ്ടോ? ഇത്രയ്ക്ക് ആത്മീയതയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളൂ. സക്രമെൻ്റൽ തിയോളജി പഠിപ്പിച്ചത് തന്നെ മാനാടൻ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ സക്രമെൻ്റൽ തിയോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ശിശു മാമോദീസ ഒഴിച്ച് മറ്റു കുദാശകളെല്ലാം ഒരു വിശ്വാസി ചോദിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ.
ഉടനെ എനിക്കാണെങ്കിൽ ഒന്നും പറയണ്ട, ഞാനൊരു തലവേദനയായിരുന്നു ആ ഗ്രൂപ്പിൽ. അപ്പോൾ ഉടനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ, ഒരു പ്രതികരണം വരും. അപ്പോൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അച്ഛാ ഈ സ്ഥൈര്യലേപനം കൊടുക്കണം, അങ്ങനെ കൊടുക്കണം എന്താ ഒറ്റ പിള്ളേർ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചിട്ടല്ല സ്ഥൈര്യലേപനം കൊടുക്കണേ? ആണോ? അല്ല. സാക്രമെന്റൽ തിയോളജി വളരെ വ്യക്തമാക്കുന്നു, ശിശുമാമോദീസ ഒഴിച്ച് മറ്റു കുദാശകളല്ല. കാരണം ഞാൻ പലപ്പോഴും കണ്ടത്, ഞങ്ങളുടെ വികാരിയച്ഛൻ ഡോക്ടർ പോൾ കൈപ്പറമ്പാടൻ ഒരിക്കൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അമ്മ, വളരെ വയസ്സായിട്ട് ആൾ തന്നെ വീട്ടിലുള്ള അയൽവാസിയായ ഒരു സുഹൃത്ത്, ഈ അമ്മ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണം കണ്ടിട്ട് ഓടി വന്ന് അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ അന്തികുദാശ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. വിളിച്ച് പോകാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും പ്രസംഗിക്കാൻ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ ഓരോ ദിവസവും വളരെ ശ്രദ്ധിച്ചു പോകണമെന്ന് വെച്ചാൽ എന്തെങ്കിലും എനിക്ക് പ്രസംഗിക്കാൻ കിട്ടും. ഞാൻ അച്ഛൻ്റെ കൂടെ പോയി, അച്ഛനോട് ചെന്ന് എന്നകത്ത് കയറ്റിയില്ല കേട്ടോ, എന്നകത്ത് കയറ്റിയില്ല. പോയി അമ്മച്ചിനെ കണ്ട്, അമ്മച്ചി ഒത്തിരി വയസ്സായതാണ്, അമ്മച്ചിനെ കണ്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞു, അത് സംസാരിച്ച് ഇയാൾക്ക് ഞാൻ കുർബാന കൊണ്ടു കൊടുത്തേക്കാം, എൻ്റെ ഉദാശ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്താച്ച ചോദിച്ചിട്ടില്ല, അന്ത്യകുദാശ ചോദിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അത് കറക്റ്റ് സമയമാകുമ്പോൾ ആത്മാവ് പറയും, എനിക്ക് അന്ത്യകുദാശ വിളിക്കാൻ പറയാം അച്ഛനെ. എൻ്റെ അച്ഛൻ കുർബാന കൊണ്ട് കൊടുത്തു. അപ്പോൾ എന്നെ കൃത്യമായിട്ട് ആത്മാവ് പഠിപ്പിച്ചിട്ടുണ്ട്, അത് വൈദികരിലൂടെ ഞാനത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ ഈ സ്ഥൈര്യലേപനം എന്താ പിള്ളേർക്ക് ചോദിക്കാണ്ട് കൊടുക്കണേ? അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. സ്ഥൈര്യലേപനത്തിൻ്റെ നിർവചനമെങ്കിലും ദയവ് ചെയ്ത് മതബോധന ഗ്രന്ഥം തുറന്ന് നിങ്ങളൊന്ന് വായിച്ച് പഠിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ സ്ഥൈര്യലേപനത്തിൻ്റെ സഭയുടെ നിർവചനം? ഇതന്നെയാണ് മറ്റുള്ളവർ പറഞ്ഞാൽ വീണ്ടും മുക്കണം എന്ന് പറയണത്. അതുകൊണ്ട് തന്നെയാണ് സ്ഥൈര്യലേപനത്തിൻ്റെ നിർവചനം പോലും അറിയാത്ത ആൾക്കാർ സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാണ്? പരിശുദ്ധാത്മാവ് ഇതൊന്നും സ്ഥൈര്യലേപനത്തിന് നിർവചനമല്ല. ഞാൻ ചോദിക്കുന്നത് മതബോധന ഗ്രന്ഥം കത്തോലിക്ക സ്ഥൈര്യലേപനത്തിന് നിർവചനം ചോദിക്കണേ. വ്യാഖ്യാനം ഞാൻ പറഞ്ഞല്ലോ, കത്തോലിക്ക വിശ്വാസികൾക്ക് വ്യാഖ്യാനപരം ഉണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. എന്താണ് സഭയുടെ പഠനം ചോദിക്കുമ്പോൾ അതാണ് പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ വ്യാഖ്യാനിച്ച് പലതും പറയാനല്ല വേണ്ടേ. എന്ന് വെച്ചാൽ ഇത്രയും പോലും നമുക്ക് എന്തില്ല, അറിവില്ല. ഹല്ലേലൂയ. അപ്പൊ കുദാശകളെ അനുഭവം അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളായി തരം താഴുന്നു എന്ന് പഠിപ്പിക്കുകയും അനുഷ്ഠാനങ്ങളായി തരം താഴ്ത്തുകയും ചെയ്യും. ഇതിന് ഞാനാണ് ഉത്തരവാദി. പ്രൈസ് ദി ലോർഡ്. ചോദിച്ചിട്ട് കാര്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു കാര്യം എനിക്കറിയാം, എല്ലാ കുറവുകളും പരിശുദ്ധാത്മാവിന് നികത്താൻ പറ്റും. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചങ്ങാത്തവും പരിശുദ്ധാത്മാവിൻ്റെ സ്ഥൈര്യലേപനവും സ്ഥിരീകരണവും കൺഫർമേഷൻ. We have to be confirmed by the Holy Spirit with the external expression എന്നാണ് പറയുക. ബാഹ്യമായ അടയാളങ്ങളോടുകൂടി പരികർമ്മം ചെയ്യുന്ന കുദാശയാണ് സ്ഥൈര്യലേപനം. എന്ന് വെച്ചാൽ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന വ്യക്തി അപ്പം തന്നെ അത് പ്രകടമാക്കും, ആൾക്ക് ആത്മാവിനെ കിട്ടിയോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ അതിൻ്റെതായ കുറവുണ്ട്. മനസ്സിലാവുണ്ടോ? അതിൻ്റെതായ കുറവുണ്ട്. അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, തന്നവരോട് തന്നെ ചോദിക്കണം. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു സജഷൻ, പരിശുദ്ധാത്മാവിനോട് നേരിട്ട് ചോദിക്കും. കാരണം അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഇത്രയും എൻ്റെ അനുഭവത്തിൽ പറയുക, ഇൻഡിവിജ്വൽ അനോയിൻറ്റിങ് ആണ്, വ്യക്തിപരമായ അഭിഷേകമാണ് പ്രാപിക്കാൻ ഇപ്പോൾ എളുപ്പം. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ സ്വന്തമായിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക. ഇതപ്പോൾ നടക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈ ഉയർത്തി ശ്രദ്ധിച്ച് നല്ല ശക്തമായിട്ട് ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, നന്ദി സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യമാണ്, പലർക്കും പല തെറ്റിദ്ധാരണയുണ്ട്. പരിശുദ്ധ അമ്മ
യേശു അമ്മ വളരെ യേശു മാത്രമാണ് ഏകരക്ഷകൻ. കാരണം ദൈവത്തിനും മനുഷ്യർക്കും മധ്യയുള്ള ഏക മധ്യസ്ഥൻ അവൻ മാത്രമത്രേ. മാതാവ് പറയുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. പലരും പറയും മാതാവ് എവിടെ, മാതാവിൻ്റെ നിങ്ങൾ ഈ മാതാവിനെ ആരാധിക്കണം എന്താ? മാതാവ് ഒരിക്കലും പറയുന്നില്ല. മാതാവ് പറഞ്ഞ യേശുവാണ് ഏകരക്ഷകൻ. ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള ഏക മധ്യസ്ഥൻ ആരാ? യേശുവാണെന്ന് മാതാവ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. മാതാവ് പറഞ്ഞു മാതാവിൻ്റെ പങ്ക് എങ്ങനെയാണ്? ഈശോയുടെയും നമ്മുടെയും ഇടയ്ക്കാണ് മാതാവ് മധ്യസ്ഥം വഹിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യേ ആര് മധ്യസ്ഥം വഹിക്കുന്നു? യേശു ക്രിസ്തു. യേശുവിൻ്റെയും മനുഷ്യരുടെയും മധ്യയാണ് ആര് മധ്യസ്ഥം വഹിക്കുന്നത്? പരിശുദ്ധ അമ്മ. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒരമ്മ എന്ന നിലയിൽ എൻ്റെ ജോലി, എൻ്റെ പുത്രന്മാർ രക്ഷ പ്രാപിക്കുവാൻ എല്ലാ വിധത്തിലും സഹായിക്കുക എന്നതത്രേ. ഇന്ന് എൻ്റെ ജോലി എൻ്റെ മകൻ യേശുക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷാകർമ്മത്തിന് വിശേഷവിധിയായി സഹരക്ഷക ആയിരിക്കുക എന്നതത്രേ. അമ്മ സഹരക്ഷക എന്ന നിലകളിൽ ഞാൻ നിർവഹിക്കാനുള്ള എൻ്റെ ധർമ്മം എല്ലാവർക്കും വെളിപ്പെടും. എല്ലാവർക്കും വെളിപ്പെടും. ഫാത്തിമയിൽ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, മാതാവിൻ്റെ പങ്കെന്താ? യേശു ക്രിസ്തുവിൽ നിന്നും ഒഴുകുന്ന കൃപയുടെ നീർച്ചാലുകളുടെ നീരൊഴുക്കിനെ ശക്തിപ്പെടുത്തുക. അങ്ങനെ നമ്മളെ പുത്രസദൃശ്യരാക്കുക. അവയവങ്ങളെ പുത്രസ്വരൂപരാക്കുക. അവയവങ്ങളായി നമ്മളെ പുത്രസ്വരൂപരാക്കുക. ഇത് അമ്മയുടെ പങ്കാണ്. അമ്മയ്ക്ക് സ്ത്രീത്വം കൊടുത്തിട്ടുള്ള റോളാണ്. പറഞ്ഞ് മനസ്സിലായോ? ഞാൻ ഈശോയുടെ ഈ സുവിശേഷ പബ്ലിക് മിനിസ്ട്രീനെ കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ കണ്ട ഒരു കാര്യം ഇതാണ്. ഈശോ വരും ഉടനെ ആദ്യം തന്നെ ഫസ്റ്റ് രോഗശാന്തി ശുശ്രൂഷ. ഞാൻ ആൾക്കാരവിടെ ഇങ്ങനെ നിൽക്കണം, എന്താണ് ക്യൂല് രോഗശാന്തി ശുശ്രൂഷ എല്ലാവരും ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് ഈശോ എന്ത് ചെയ്യും? അവരെ തൊട്ട് ഇവരെ തൊട്ടൊക്കെ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തും. അത് കേട്ട് ഈശോ അങ്ങോട്ട് കയറിയിരിക്കും. കുറേ മോളിൽ പോയി ഇരുന്നിട്ട് ശിഷ്യന്മാരെ വിളിച്ചിരുത്തി ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. ഈ രോഗശാന്തി കിട്ടിയവരും ഈ പാസ്പോർട്ട് കിട്ടിയവരും വിസ കിട്ടിയവരും അത് കിട്ടിയവരും ഇത് കിട്ടിയവരും ഒക്കെ അവിടെ നിന്ന് കൊള്ളാം നസ്രായൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായം പറഞ്ഞ് താഴെ സന്തോഷം കൊണ്ട് പുട്ടടിച്ച് നിൽക്കണ്ടോ? നമ്മൾ ഇതുവരെ ധ്യാനകേന്ദ്രങ്ങളിൽ പുട്ടടിക്കാനേ പോയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ. എൻ്റെ രോഗം മാറണം, എൻ്റെ മോളെ കെട്ടിക്കണം, എൻ്റെ മോന് ജോലി കിട്ടണം, മനസ്സിലാവണ്ട, വിസ തടസ്സം മാറണം, സ്ഥലം വിറ്റ് കിട്ടണം, മനസ്സിലാവണ്ട. എത്ര പേര് പോയിട്ടുണ്ട്? എത്ര പേര് അന്തോണി സുബ്രഹ്മണ്യൻ്റെ അടുത്ത് പോയിട്ടുണ്ട്? അന്തോണി സുബ്രഹ്മണ്യൻ ഗ്രേറ്റ് പ്രീച്ചർ, എ മിറാക്കിൾ പെർഫോമർ. ഇന്ത്യ പോലെയുള്ള ഒരു വിജാതീയ നാട്ടിൽ അന്തോണി സുബ്രഹ്മണ്യൻ്റെ കൃപകളാണ് നമുക്ക് വേണ്ടത്. അത്ഭുതം പ്രവർത്തിക്കണം. കാരണം അത്ഭുതം പ്രവർത്തിച്ചാലാണ് വിജാതിയർക്ക് വിശ്വാസമുള്ളൂ. ആരെങ്കിലും ഒരു നൊവേന നടത്തിയിട്ടുണ്ടോ? അന്തോണി സുബ്രഹ്മണ്യൻ്റെ അത്ഭുത വരം എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു നൊവേന നടത്തിയ വല്ലവരും അറിയോ? ഉണ്ടെങ്കിൽ എനിക്ക് അയാളെ ഫോട്ടോ എടുക്കണമായിരുന്നു. വല്ല കൈക്കൂലി മേടിച്ച് കട്ടെടുത്ത പൈസ കൊണ്ട് വല്ല സ്വർണ്ണമാലയും വേണ്ടി അന്തോണി സുബ്രഹ്മണ്യൻ ഓടും. എവിടെ കാണണ്ടായിരുന്നു അന്വേഷിക്കാനായിട്ട്. ദൈവം എന്തുകൊണ്ടാണ് ഈ മാല കാണണ്ടാക്കിയ? അത് എന്തെങ്കിലും അടുത്ത പ്രശ്നമുണ്ട്. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും എടുത്ത് പോയിട്ടോ? അല്ലേ നീ പറയണം കേട്ടോ. ചിലപ്പോൾ 100 200 ആ ഒരാളെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കൊതിച്ച് നടക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുള്ളൂ. ആരെങ്കിലും പള്ളിയിൽ വരണത് ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മനുണ്ടാവും, മേടിക്കാനല്ലാണ്ട് ഈശോയ്ക്ക് കൊടുക്കാൻ വല്ലതും മനുണ്ടാവും. ഈശോ എനിക്ക് 24 മണിക്കൂറുണ്ട്, ഞാൻ അനന്തൻ്റെ 2 മണിക്കൂർ നിനക്ക് തരാം, എനിക്ക് ഇത്രയും പണം ഉണ്ടാകും തരാം എന്ന് പറയാൻ വേണ്ടി വല്ലവരും പള്ളിയിൽ വരണ്ടാവും. ഈ തൂമ്പയും ബാസ്ക്കറ്റും കൊണ്ടല്ലേ വരണത്.
2000 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നാണക്കേട് തന്നെയാണ്. എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ആകെ ഞാൻ അസ്വസ്ഥപ്പെടുകയാണ്. പിതാവ് തൻ്റെ പുത്രനെ തന്നു, പുത്രൻ അവസാനത്തുള്ളി രക്തം തന്നു, അമ്മേനെ തന്നു, ആത്മാവിനെ തന്നു. ഇനി എന്തൊന്നുള്ളേ തരാൻ? പിന്നെ ചോദിച്ചുകൊണ്ട് ബക്കറ്റ് തൂമ്മ കൊണ്ട് ചെല്ലണേ? അല്ല ഞാൻ ചോദിക്കാണ്. ഇനി പിതാവ് കാത്തിരിക്കുകയാണ്. എന്താണ് ദ റെസ്പോൺസ്? നിങ്ങളുടെ പ്രതികരണം. എൻ്റെ പുത്രൻ്റെ ബലിയർപ്പണത്തിൻ്റെ പ്രതികരണം എന്താ? ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. ലവ് ഡിമാൻഡ്സ് ലവ്. നിങ്ങൾ പള്ളി ചെന്നിട്ട് പറയണ്ട എനിക്ക് ഇത്ര സമയമുണ്ട്, ഞാൻ എന്ത് ചെയ്തു തരണം കർത്താവ്, ഞാൻ 2 മണിക്കൂർ തരാം, എന്ത് ചെയ്യണം, എൻ്റെ ഇത്ര കാര്യം ഞാൻ തരാം, അങ്ങോട്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പോകണ്ടോ? പിതാവായ ദൈവം വെയിറ്റ് ചെയ്യുക. ലവ് ഡിമാൻഡ്സ് ലവ്. 2000 വർഷം കഴിഞ്ഞിട്ട് കാര്യമായ ഇവിടെ 1-2 പേര് പേരെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ വിജാതീയരെ പോലെ കുരിശിലെ ദൈവത്തെ കാണാത്തവരും ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്തവരുമാണ്. വിജാതീയർ അവരുടെ ദേവീദേവന്മാരുടെ അടുത്ത് പോകുന്നത് ഓരോ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത് തന്നെ എല്ലാ ധ്യാനങ്ങളിലേക്കും പോകുന്നു, ധ്യാന കേന്ദ്രങ്ങളിലും പോണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വിജാതീയരെ പോലെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പരിശുദ്ധാത്മ ശക്തി വേണം, അതാണ് യോഗം എന്ന് പറഞ്ഞ് ആരെങ്കിലും ധ്യാനം കൂടുന്നവരും ഉണ്ടാവുക. എൻ്റെ ലിസ്റ്റിൽ പെടാത്തവരുണ്ടാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും നമ്മൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അമ്മയുടെ ഈ രക്ഷാകര പദ്ധതി കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് വിശ്വാസം ഉണ്ടാവണം. അമ്മ പറയുന്ന കാര്യങ്ങൾ അത്രയും വ്യക്തവും കൃത്യവുമാണ്. അമ്മയാണ് രക്ഷകനെന്ന് അമ്മ പറയുന്നില്ല. യേശു മാത്രമാണ് ഏകരക്ഷകൻ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏകമധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണെന്ന് അമ്മ പറയുന്നു. എൻ്റെ പ്രവൃത്തി എന്താ? യേശുക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷാകര കൃപയെ എന്തു ചെയ്യുക? എൻ്റെ മക്കൾക്ക് അവർക്കത് സ്വീകരിക്കാൻ തക്കവണ്ണം അവരെ സജ്ജമാക്കുക. അവരിലേക്ക് ഒഴുകുന്ന നീരൊഴുക്കിൻ്റെ സമൃദ്ധി എന്ത് ചെയ്യുക? അത് വർദ്ധിപ്പിക്കുക. അവരെ വിശ്വാസ സ്ഥിരതയും പ്രാർത്ഥനാ സ്ഥിരതയും കുരിശിൻ ചോട്ടിൽ നിൽക്കാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കുക. സഹനങ്ങൾ വെറും ഇട്ടുകൊണ്ടുപോകുന്ന ക്രിസ്ത്യാനിയല്ല. നിങ്ങളൊന്ന് കുരിശിൻ ചോട്ടിൽ നോക്കിയേ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ ഈശോയുടെ ചരിത്രം. അപ്പോൾ ഈശോ ആദ്യം ഒന്ന് സൗഖ്യപ്പെടുത്തും, അതിരുന്ന് സുവിശേഷം പഠിപ്പിക്കും. അപ്പോൾ ശിഷ്യന്മാരൊക്കെ അടുത്തുനിന്ന് അവിടെ ഇരുന്ന് പഠിക്കും. ഈ സൗഖ്യം കിട്ടിയവരും കാര്യങ്ങളെല്ലാവരും അവർ പുറത്തു നിന്ന് എന്ത് ചെയ്യും? വർത്താനമൊക്കെ പറഞ്ഞ് അഭിപ്രായമൊക്കെ പറഞ്ഞ് പുട്ടൊക്കെ അടിച്ച് അവിടെ നിൽക്കും. ഈശോ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവരുണ്ട്. ഈ മാനസാന്തരപ്പെട്ട സ്ത്രീകൾ, നല്ലൊരു സ്ത്രീ സമൂഹം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും മാതാവിൻ്റെ കൂടെയാണ്. ഇവരുടെ ഫോർമേഷൻ മാതാവാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് മാതാവ് ഫോർമേഷൻ ചെയ്ത എൻ്റെ പൊന്നു സഹോദരികൾ മാത്രമേ കുരിശിൻ ചുവട്ടിലുണ്ടായുള്ളൂ. ബാക്കി എല്ലാവരും എന്തായി? ഓടിപ്പോയി. കുറേ ഭക്ത സ്ത്രീകൾ കുരിശിൻ്റെ അടുത്തുണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം ഈശോയിൽ നിന്ന് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടതിന് ശേഷം ക്രിസ്ത്യൻ ഫോർമേഷൻ ആരാ കൊടുത്തേ? മാതാവ് കൊടുത്തത്. കാരണം എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക, എങ്ങനെയാണ് അനുസരിക്കേണ്ടത്, എങ്ങനെയാണ് വസ്ത്രവിധാനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് മര്യാദയ്ക്കിരിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചതാരാ? മാതാവാ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാതാവ് കൃത്യമായിട്ട് പഠിപ്പിച്ചതുകൊണ്ട് അവരെന്ത് ചെയ്തു? മാതാവിൻ്റെ കൂടെ അവരവിടെ നിന്നു. ഭക്തസ്ത്രീ അവർ ഓടിപ്പോയില്ല. ബാക്കി വീരന്മാരെല്ലാവരും, അപ്പം തിന്നവരും കുപ്പം തിന്നവരൊക്കെ ഓടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരു എക്സെപ്ഷൻ യോഹന്നാൻ. ഞാൻ പറഞ്ഞല്ലോ, യേശു സ്നേഹിച്ച ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഈശോയെ അനുഭവിച്ചവൻ, വചനം സ്വീകരിച്ചവൻ, വചനമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവൻ, വചനത്തിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചവൻ, അവനോട് നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി എല്ലാവരും ഓടിപ്പോയി. പക്ഷേ ഭക്തസ്ത്രീകൾ അവിടെ നിന്നിരുന്നു. ഈ ഭക്തസ്ത്രീകളെല്ലാം മാതാവിൻ്റെ കൂടെ നിന്ന് ഫോർമേഷൻ ലഭിച്ചവരാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ മരിയ വാൾത്തോർത്തിയിൽ കണ്ടൊരു കാര്യം ഇതാണ്. ഈശോ സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ ഇവിടെ ഫോർമേഷൻ കൊടുക്കണം കുറച്ച് പേര്. അപ്പോൾ ഈശോ വേഗം വന്നിട്ട് ഈ ഫോർമേഷൻ കൊടുക്കണം വിശ്വാസികളുടെ കൂടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ മാതാവ് ഉടനെ ചാടി എണീച്ചു. അവർ ഇല്ലില്ല, ഇവിടെ ഞാൻ നിൻ്റെ എന്താണ് ശിഷ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ആ ഫോർമേഷൻ കൊടുക്കുന്നവരുടെ കൂടെ ഈശോ ഈശോ പറയാണ്, ഞാൻ ദൈവപുത്രനായിരുന്നിട്ട് 30 കൊല്ലം അവൾക്ക് വിധേയപ്പെട്ട് അവളെ അനുസരിച്ച് ജീവിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? അറിയാമോ? എൻ്റെ അമ്മയ്ക്ക് പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നല്ലാതെ ഒരു ചിന്ത പോലുമില്ല. അതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള എൻ്റെ പിതാവിൻ്റെ പദ്ധതി നിറവേറ്റുന്നതിൽ നിന്നും എൻ്റെ അമ്മ എനിക്ക് ഒരിക്കലും തടസ്സമായിരിക്കില്ല. റാദർ അത് എന്നെ സഹായിക്കുന്നതായിരിക്കും. എൻ്റെ അമ്മയുടെ ലക്ഷ്യത ചിന്ത എന്താ? ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എൻ്റെ അമ്മയുടെ ചിന്ത എന്താ? പിതാവിൻ്റെ ഹിതം നിറവേറ്റണം. പിതാവിൻ്റെ എന്താ ഹിതം? കന്യകയുടെ പുത്രനെ കന്യക എന്ത് ചെയ്യണം? ബലിക്ക് ഒരുക്കണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മേനെ അനുസരിച്ച് 30 കൊല്ലം ജീവിച്ചത്. അപ്പോൾ ദൈവപുത്രനായിരുന്നിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെട്ട് അമ്മയെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ നമ്മൾ എന്തുമാത്രം പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെട്ടും അമ്മയെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഒന്ന് ചിന്തിച്ചു വയ്ക്കണം. മനസ്സിലാവുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ അമ്മയ്ക്ക് വിധേയപ്പെടുക, അമ്മയെ അനുസരിക്കുക. നിങ്ങൾ ഈ പ്രതിഷ്ഠയിലൂടെയും ഈ ധ്യാനത്തിലും തുടർന്നുള്ള പ്രതിഷ്ഠയിലൂടെയും നിങ്ങൾക്ക് അമ്മയുടെ ശിശുത്വമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങൾ ലഭിച്ചാൽ നിങ്ങൾ യുഗാന്ത്യത്തിൽ രക്ഷപ്പെട്ടു. അമ്മയെ അനുസരിക്കാൻ പഠിച്ചാൽ, അമ്മ അനുസരിച്ചതുപോലെ നിങ്ങൾക്ക് അമ്മയെ അനുസരിക്കാൻ പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അമ്മയുടെ സംരക്ഷണസ്ഥാനം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയാൽ, നിങ്ങൾ ഇവിടെയോ അവിടെയൊക്കെ ചോദിച്ച് നടന്നാലുണ്ടല്ലോ, നിങ്ങളുടെ പണി 3 ദിവസത്തിനുള്ളിൽ തീരും. കേട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് അടയാളം ചോദിച്ച് പ്രാർത്ഥിച്ച് സ്ഥിരീകരിച്ച് വ്യക്തിപരമായ ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ്. രക്ഷ വ്യക്തിപരമാണ്. അവരുടെയും ഇവരുടെയും പിന്നാലെ നടന്നുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടാൻ പോകില്ല. അവർ കുമ്പസാരിക്കുന്നുണ്ട്, ഞാൻ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. നീ എന്താണ് കുമ്പസാരിച്ചത്? നീ ചോദിച്ചിട്ട് ഞാൻ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. അവൾ കുമ്പസാരിക്കുന്നുണ്ട്, ഞാൻ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. നിനക്ക് എന്തെങ്കിലും കുമ്പസാരിക്കാനുണ്ടോ? അതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് മാതാവിൻ്റെ സകരക്ഷണീയ കർമ്മത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു 10 മണിക്കൂർ പറയേണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ വെറും ഒരു 10, 30, 40 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ പ്രതിഷ്ഠ പ്രാർത്ഥനയിലൊക്കെ വരുമ്പോൾ ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയും. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഭവത്തിലൂടെ അമ്മയുടെ ഇടപെടൽ നിങ്ങൾ മനസ്സിലാക്കി, അമ്മയുടെ ഇടപെടലുകൾ ഉള്ളവരെ ഞാൻ അഭിഷേക ധ്യാനത്തിലേക്ക് നയിക്കപ്പെട്ടേക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മയുടെ ഇടപെടലുകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, വാട്സാപ്പിൽ എഴുതുകയാണെങ്കിൽ, അതേക്കുറിച്ച് ഞങ്ങൾ പഠിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണ് ഞാൻ അഭിഷേക ധ്യാനം. പ്രൈസ് ദി ലോർഡ്. കാരണം അവസാനത്തെ തലമുറ വിൽ ബി ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നവരാണ് അവസാനത്തെ തലമുറ എന്ന് വചനം പറയുന്നു, വചനം സ്ഥിരീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നിങ്ങൾ അമ്മയുടെ ശിശുത്വം, അമ്മയാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കരഗതമാകണം. ശരിക്രിയ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മാതാവിൻ്റെ പങ്ക്, രക്ഷാകര പദ്ധതിയിലുള്ള പങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഈശോയോട് പറയും, നിൻ്റെ അമ്മയിൽ വിശ്വസിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണം. അമ്മയുടെ ലോകത്തിൻ്റെ ദേവിയെ പോലെയല്ല, സാരിക്കും പാസ്പോർട്ടിനും വേണ്ടിയല്ല, ജ്ഞാനം ലഭിച്ച് ദൈവത്തെ പ്രാപിക്കാൻ, നിത്യജീവൻ ഉറപ്പാക്കാൻ. Ave Maria, gracia plena, Dominus tecum,
benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Gloria Patri et Filio et Spiritui Sancto, sicut erat in principio et nunc et semper et in saecula saeculorum. Amen. Ave Maria. ആവേ മരിയ. 1944 സിസ്റ്റർ ലൂസിയ പകർത്തിയെഴുതിയ ഫാത്തിമ മൂന്നാം രഹസ്യം സൂക്ഷിക്കപ്പെട്ടത് ഇവിടെ. 1960 മാത്രമേ ഈ രഹസ്യം മനസ്സിലാകൂ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞെങ്കിൽ 1960 മുൻപ് ലോകത്തിലും തിരുസഭയിലും എന്ത് സംഭവിച്ചു? ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ പറയുന്ന സ്വർഗം ആഗ്രഹിക്കാതിരുന്ന സൂനഹദോസ് ഏത്? ആരാധനാക്രമങ്ങളെ തന്ത്രപൂർവം തകർത്ത സൂനഹദോസ് ഏത്? ഈ തകർച്ച ആരു വഴി സംഭവിച്ചു? തിരുസഭയുടെ ഔദ്യോഗിക ഭാഷയായ ലാറ്റിൻ തകർക്കപ്പെട്ടതിന് പുറകിലെ രഹസ്യ അജണ്ട ഏത്? ഫാത്തിമ മൂന്നാം രഹസ്യത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയപ്പെടുന്ന 3 വ്യത്യസ്ത വ്യതിരക്ത വിശദീകരണങ്ങൾ ഏതെല്ലാം? ആരാണ് ഗ്രിഗറി 17 മാർപ്പാപ്പ? 1981 മെയ് 13 മുഹമ്മദ് അലി അഹ്ഗ എന്ന ഒരു വാടക കൊലയാളിയുടെ കയ്യിൽ നിന്നും ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റത് ഫാത്തിമയിലെ മൂന്നാം രഹസ്യത്തിൽ ഇടയ കുട്ടികൾ കണ്ട മാർപ്പാപ്പയുടെ രക്തസാക്ഷിത്വമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. എന്താണ് ഇതിലെ വൈരുദ്ധ്യങ്ങൾ? ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ ഇനിയും മറഞ്ഞിരിക്കുന്ന ഭാഗമേത്? ഫാത്തിമ മൂന്നാം രഹസ്യത്തിന്റെ കയ്യെഴുത്തു പ്രതി നശിപ്പിച്ചു കളഞ്ഞു എന്ന് ആധികാരിക സാക്ഷ്യങ്ങൾ. ഇതെല്ലാം സത്യമെങ്കിൽ സത്യത്തിൽ എന്താണ് ഫാത്തിമ മൂന്നാം രഹസ്യം? ഫാത്തിമ മൂന്നാം രഹസ്യത്തിന്റെ മറയ്ക്കപ്പെട്ടിരിക്കുന്ന കാതലായ ഭാഗങ്ങൾ ഏതെല്ലാം? ഈ പ്രസ്താവനകളുടെയെല്ലാം ആധികാരികമായ ഉറവിടങ്ങളേത്? ഇപ്രകാരമുള്ള അനേകം നിഗൂഢ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു എന്ന പുസ്തകം കേരളത്തിലുടനീളം ലഭ്യമാണ്. മാത്രമല്ല ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, കോയമ്പത്തൂർ, ഗോവ, ഗുജറാത്തിലെ ജാംനഗർ, ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് USA-യിലെ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും, ഓസ്ട്രേലിയ, UAE, അയർലൻഡ്, ന്യൂസിലൻഡ്, വിയന്ന, UK എന്നിവിടങ്ങളിലും ലഭ്യമാണ്. കോപ്പികൾ ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ പുസ്തകത്തിന്റെ വിതരണത്തിനായി ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ മേൽപ്പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആവേ മരിയ.